ഇതിൽ മറ്റൊരു ചോദ്യം വരുന്നത് ഈ രീതിയിൽ ഒരു പൊതുവേദിയിൽ വെച്ച് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട്. പൊതുവിൽ തന്നെ പരസ്യമായി സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ജാസി ഗിഫ്റ്റ് ഒരു മുതിർന്ന ഗായകനായിട്ട് തന്നെ കാണുമ്പോൾ അദ്ദേഹത്തെ ഈ പരസ്യമായി വേദിയിൽ വെച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്നതാണ്. പാട്ടുകൾ വൺ ആഫ്റ്റർ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കൊരു ഗ്യാപ്പൊന്നുമില്ല. നമുക്ക് അങ്ങനെ കുട്ടികളെയും കൂടെ അറിയിക്കാനുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, കുട്ടികളും അറിയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൈക്കിൽ കൂടെ തന്നെ പറഞ്ഞത്. ഞാൻ കുട്ടികളെയാണ് കൂടുതൽ അഭിസംബോധന ചെയ്ത്. സാർ എന്റെ കൂടെ ഉണ്ടാവും തന്നെ ഓർത്ത്, നിയമലംഘനമാണ് നടക്കുന്നതെന്ന് സാറിന് അറിയത്തില്ലെങ്കിൽ സാർ അറിയണമല്ലോ എന്നോർത്തും കൂടെയാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാൻ കുട്ടികളെ വെയിറ്റ് ചെയ്തു. കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ കുട്ടികളെ വിടാം എന്നുള്ള ഇതിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ കുട്ടികളെ അവിടെ കാണാനില്ലായിരുന്നു. അടുത്ത പാട്ടും കൂടെ കണ്ടിന്യൂ തുടങ്ങാൻ പോവാണല്ലോ എന്നുള്ള ഇനിയൊരു നമുക്കൊരു പറയാൻ പറ്റില്ല. എന്തേലും ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ശരിക്കും ഒരു നിയമലംഘനം തന്നെ ആവുമല്ലോ എന്നോർത്ത് ഞാൻ അപ്പം തന്നെ കയറി പറഞ്ഞത്. ഞാൻ വളരെ ഞാൻ പറഞ്ഞ ഒരു ആരെയും ഇൻസൾട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചോ സാറിനോട് ചോദിച്ചു തന്നെയാണ് ഞാൻ മൈക്ക് വാങ്ങിച്ചതും സാറും തന്നെയാണ് അഭിസംബോധന ചെയ്തത്. നമുക്ക് മുന്നിലുള്ളത് ഈ കുസാറ്റ് പോലുള്ള സംഭവങ്ങളാണ് എന്റെ മനസ്സിലുള്ള. ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്നതും അത്ര മോളിലത്തേക്ക് അവർ അടച്ചിരുന്നു, ലൈറ്റൊക്കെ കയറാതെ അടയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു, ബ്ലാക്കും ചെയ്തിരുന്നു വിൻഡോസ് ഒക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നമ്മൾ ഷട്ടർ പകുതി പൊക്കിയിടണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അത് മുഴുവൻ താഴ്ത്തുകയും ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഒരു പെർഫോമൻസ് വരുമ്പോൾ, ഒരു എക്സ്റ്റേണൽ പെർഫോമൻസ് കോളേജിൽ നടന്നു, അന്നേരം ഒരു അനിഷ്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദിക്കാമോ? അതായത് പാട്ട് തുടങ്ങി മൂന്നാമത്തെ പാട്ടിലാണ് പ്രിൻസിപ്പൽ കയറുന്നതും മൈക്ക് വാങ്ങുന്നതും. അതിനു മുൻപ് പറയാമായിരുന്നു ജാസി ഗിഫ്റ്റ് ഉദ്ഘാടന സമയത്ത് അവിടെയുണ്ട്, അതിനു മുൻപ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, കുട്ടികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ധരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇത്രയധികം ഈ റൂൾസ്, ഈ നിയമങ്ങൾ പാലിക്കുന്ന അധ്യാപികയാണ്, പ്രിൻസിപ്പൽ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനു മുൻപ് ജാസി ഗിഫ്റ്റുമായിട്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താമായിരുന്നു. ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നിയമമുണ്ട്, അതനുസരിച്ചേ പോകാൻ സാധിക്കൂ എന്നുള്ളത് കൃത്യമായിട്ട് പറയാമായിരുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കാമോ? ഈ കാര്യത്തിൽ വീണ്ടും ചോദ്യം വരുന്നത്, ഈ കാര്യങ്ങൾ ജാസി ഗിഫ്റ്റിനെ ഇവിടേക്ക് വേദിയിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻസ് നടന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു പാട്ടിലേക്കാണല്ലോ ഇതെല്ലാം എത്തുന്നത്. അപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിൽ ആണ് ആ കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് ഏതെങ്കിലും മുന്നേ പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു? കുട്ടികൾ അത് പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുട്ടികളോട് പല പ്രാവശ്യം ചോദിച്ചു, പറഞ്ഞോ, സമ്മതിച്ചതാണ്. അത് ജാസി ഗിഫ്റ്റ് സാർ സമ്മതിച്ചു എന്നാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത്. സാർ മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് സംശയത്തിന്റെ ആവശ്യമില്ല. വലിയൊരു സന്നാഹമായിട്ടൊന്നും അല്ല സാറ് വന്നേക്കുന്നത്. സാറിൻ്റെ കൂടെ രണ്ടുപേരുണ്ട്, മാനേജ്മെന്റ്, സാറിന്റെ മാനേജറും അങ്ങനെയൊക്കെ അന്നാണ് ഞാൻ ഓർത്തത്. വേറെ സാറ് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. ശരി, നന്ദി ഡാനി. അതിഥികൾ